ശ്രീ വിജി തമ്പി, ഇവിടെ ഡോക്ടർ ജയരാജ് ഉയർത്തിയ വാദമുഖങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതായത് കേരളത്തിൽ സംഘപരിവാർ ശബരിമല വിഷയത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവെന്ന പഴയ വിമർശനം അതിപ്പോൾ ഒരിക്കൽ കൂടി പൊടിതട്ടിയെടുക്കുകയാണ്. അതായത് അയ്യപ്പ ഭക്ത സംഗമവുമായി ഇവർ മുന്നോട്ട് പോകും, അതിനിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഹൈന്ദവ സംഘടനകൾ ശ്രമിക്കുന്നു എന്ന പഴയ ആരോപണം ഒരിക്കൽ കൂടി ഉന്നയിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കും? സത്യത്തിൽ ശ്രീ ജയരാജ് ഇവിടെ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, കേരളം സെക്യുലറിസമാണ്, ഇവിടെ അയ്യപ്പനും ബാബരുമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ ബിന്ദു അമ്മണിക്കും രഹന ഫാത്തിമയ്ക്കും എന്താണ് അയ്യപ്പനോടുള്ള ബന്ധം? ആ ബന്ധം തന്നെയാണ് വാവർക്കും അയ്യപ്പനുമായിട്ടുള്ളത്. വാവരെന്ന് പറഞ്ഞൊരു വ്യക്തി അയ്യപ്പൻ്റെ ഒരു ചരിത്രത്തിലോ ഒരു പുരാണത്തിലോ ഒരിക്കലുമില്ല. പിന്നെ മാത്രമല്ല, ശ്രീ ജയരാജ് പറഞ്ഞു ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് വാവര് പള്ളിയിൽ പോവും, അല്ലെങ്കിൽ ശബരിമലയും തിരിച്ചു വരുമ്പോൾ വാവര് പള്ളിയിൽ വരുമെന്ന് പറഞ്ഞു. ഈ ശ്രീ ജയരാജ്, ഈ വാവര് പള്ളി എന്നൊരു പള്ളി എവിടെയെങ്കിലും ഉണ്ടെന്ന് കാണിച്ചു തരാമോ? ഏതെങ്കിലും റെക്കോർഡിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു റെക്കോർഡിൽ കാണിച്ചു തരാൻ പറ്റുമോ? വാവര് പള്ളി എന്നൊരു പള്ളി, എരുമേലിയിലൊരു പള്ളിയുള്ളത് നൈനാർ മസ്ജിദാണ്. ആ നൈനാർ മസ്ജിദാണ്, ഇത് വാവര് പള്ളി അല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ മഹൽ കമ്മിറ്റി കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കൊടുത്ത കേസിൽ വിധി ഉണ്ടായിട്ടുണ്ട്. വാവര് പള്ളി എന്ന് വെക്കരുത്, നൈനാർ മസ്ജിദാണത്, അതിന് വാവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പാവപ്പെട്ട അയ്യപ്പന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വാവര് പള്ളി എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് അവിടെ വന്ന വാവര് പള്ളിയാവുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അയ്യപ്പ ഭക്തന്മാരെന്താണ്? അവർ വ്രതമനുഷ്ഠിച്ച് വരുന്നവരാണ്. അവിടെ ഖബറാണ് വെച്ചിരിക്കുന്നത്, ഖബർ കയറുന്നവരുടെ വ്രതം മുടങ്ങുകയല്ലേ? അത് മനസ്സിലാക്കാതെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് ഒരു അയ്യപ്പ ഭക്തനും അവിടെ വാവര് പള്ളിയിലും നൈനാർ മസ്ജിദിലൊന്നും കയറാറില്ല. പാവപ്പെട്ട ഈ പറഞ്ഞ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തെലുങ്ക് നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന അവർക്കറിയില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. അവർ അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്നു, അവർ വഴി കാണുന്നതൊക്കെ അവർ വിചാരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന്. അപ്പോൾ അവരെയാണ് തിരുത്തേണ്ടത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ കള്ളത്തരം, ഈ പൊട്ടത്തരമാണ് ശ്രീ ജയരാജ് ഇവിടെ എഴുന്നള്ളിച്ചത്. വാവര് പള്ളിയെന്ന് അദ്ദേഹം പറയട്ടെ, വാവര് പള്ളിയാണെന്ന്. അദ്ദേഹം ഇപ്പം നേരത്തെ പിണ്ടു മഹാദേവ് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണെങ്കിൽ അദ്ദേഹം പറയട്ടെ വാവരും അയ്യപ്പനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്. ബിന്ദു അമ്മണി അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, രഹന ഫാത്തിമയും അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതുപോലൊരു ബന്ധം മാത്രമേ ഉള്ളൂ വാവർക്കും അയ്യപ്പനുമായിട്ടുള്ളത്. ഏതോ കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണത്, അല്ലാതെ വാവരെന്ന് പറഞ്ഞൊരു കഥാപാത്രമേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഇസ്ലാമികൾക്ക് വാവരെന്നൊരു പേരുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വാവര് പള്ളിയിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അയ്യപ്പ ഭക്തരാണോ? ഈ വാവര് നടയെന്ന് പറഞ്ഞ് ശബരിമലയിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഒരാളെങ്കിലും 18-ാം പടി ചവിട്ടി മോളിൽ പോയി അയ്യപ്പസ്വാമിയെ ദർശനം നടത്തിയിട്ടുണ്ടോ? ശ്രീ ജയരാജ് എന്നിപ്പോൾ പറഞ്ഞല്ലോ, അയ്യപ്പ ക്ഷേത്രത്തിൽ ശബരിമലയിൽ ആർക്കും വരാം. ആർക്കും വരാം, ഏത് മതസ്ഥർക്കും വരാം. പക്ഷേ ആ വരുന്നവർ ഭക്തരായിരിക്കണം. 40 ദിവസം ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ച് വരുന്നവരായിരിക്കണം. ഇപ്പം ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ പോലെ ബിന്ദു അമ്മണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഭക്തസംഗമത്തിൽ മാത്രമല്ല ശബരിമലയെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമോ? അതിനുള്ള നട്ടെല്ല് ശ്രീ പിണറായി വിജയൻ ഉണ്ടോ? അതൊന്ന് അറിയണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പ ഭക്തസംഗമം നടത്തട്ടെ, ശരണം വിളിയോടെ തുടങ്ങട്ടെ. അതിനു മുമ്പ് ഭക്തസംഗമം വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയട്ടെ, ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, ഞാൻ അവിടെ യുവതികളെ രാത്രിയുടെ മറവിൽ പ്രവേശിപ്പിച്ചത് എനിക്ക് പറ്റിയ മണ്ടത്തരമാണെന്ന് അദ്ദേഹം പറയട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാൻ കാണിച്ച ഇവിടുത്തെ പാവപ്പെട്ട അയ്യപ്പ ഭക്തരെ അവർ നാമജപം നടത്തിയപ്പോൾ അവരെ തല്ലി ചതച്ചത്, ഒരു പാവപ്പെട്ട അയ്യപ്പ ഭക്തനെ, ഉണ്ണിത്താഴ്ന്നൊരു ഭക്തനെ ആ CPM-ൻ്റെ ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞ് കൊന്നത്, ഇവരുടെ വാഹനങ്ങളൊക്കെ തല്ലി തകർത്തത്, എന്തിന്? സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്, സ്ത്രീ പ്രവേശനത്തിന് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്, ഇതെല്ലാം ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, ഇതെല്ലാം ഞങ്ങൾ തിരുത്തുന്നു, ഞങ്ങളെല്ലാം അയ്യപ്പ ഭക്തരാണ്, ശരണം വിളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ശ്രീ പിണറായി വിജയൻ ശബരിമലയിൽ പോയിട്ടുണ്ടല്ലോ, അദ്ദേഹം 18-ാം പടിക്ക് മോളിൽ പോയിട്ടില്ലല്ലോ. അപ്പം അദ്ദേഹം അയ്യപ്പ ഭക്തനാണോ? അപ്പോൾ എന്ത് യോഗ്യതയുണ്ട് അദ്ദേഹത്തിന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ? ഒരു യോഗ്യതയില്ല. ശ്രീ വാസവൻ എന്താ കഴിഞ്ഞ മകരവിളക്കിന് ശബരിമലയെ കാട്ടിക്കൂട്ടിയത്? കൈയും കെട്ടി ഗുസ്തി കാണാൻ നിന്ന പോലെയല്ലേ അദ്ദേഹം അവിടെ നിന്നത്? അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടാൻ എന്ത് അധികാരമുണ്ട്, എന്ത് അവകാശമുണ്ട്? അപ്പം ഇത് വെറും ഉഡായിപ്പ് പരിപാടിയാണിത്. ഇത് ആൾക്കാരുടെ പാവപ്പെട്ട കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന യഥാർത്ഥ ഭക്തരെ അവരെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവന്ന് അവരെ പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണിത്. മാത്രമല്ല, അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ശബരിമലയിൽ ചെയ്യാൻ പോകുന്നത്. ശബരിമലയുടെ 2 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്വർഗീയനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ ഹരിവരാസന പദ്ധതി. അതെവിടെ പോയി?
രണ്ടാമത് ടെക്നോ പാർക്കിലെ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് വളരെ നല്ല രീതിയിൽ അടുത്ത ഒരു മാസ്റ്റർ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ പോയി? ഈ മാസ്റ്റർ പ്ലാനൊക്കെ എവിടെ പോയി? ഇതൊന്നും ചെയ്യാതെ കുറേ ആൾക്കാരുടെ പൈസ ഇപ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഏകദേശം 100 കോടി രൂപ സാങ്ഷൻ ആയതാണ് അവിടുത്തെ പുനരുദ്ധാരണത്തിന്, അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ 20 കോടി എന്തോ ചിലവാക്കി, ബാക്കി 80 കോടി ലോപ്സായിപ്പോയി. എന്തുകൊണ്ട്? ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവിടെ അയ്യപ്പന്മാർ കടന്നു പോകുന്ന ആ നീലിമലയിൽ അവിടെ വഴിയിൽ സിമൻ്റ് ഇട്ട് പടിക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 4 or 5 പേരാണ് അവിടെ തെന്നി വീണ്, അതിൽ 2 or 3 പേര് മരണപ്പെട്ടു. എന്നിട്ട് അത് ഹാർട്ട് അറ്റാക്ക് എന്നാണ് വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൽ ഒരാൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കും, ഇതെല്ലാം അശാസ്ത്രീയമായ കാര്യങ്ങൾ. ഇതിനു വേണ്ടി ആൾക്കാരെ പൈസ തട്ടിപ്പാനുള്ള പരിപാടി മാത്രമല്ല. ഇപ്പം അവിടെ ട്രാക്ടർ എന്തിനാണ് വെച്ചിരുന്നത്? അവിടെ സാധനം കൊണ്ടുപോകാനാണ്. ആ ട്രാക്ടറിൽ ആൾക്കാരെ കയറ്റി അടിക്കുന്നു. അതിനിപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം ഹൈക്കോടതി തന്നെ അത് കണ്ടെത്തിയില്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ട്രാക്ടറിൽ കയറിപ്പോയത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ശബരിമലയുടെ എല്ലാ പവിത്രതയും നശിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞു ശബരിമലയിൽ പൈസ ഇടരുതെന്ന് പറഞ്ഞു. സത്യം തന്നെയാണ്. ശബരിമല ക്ഷേത്രത്തിലല്ല, ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഈ CPM-കാർ അല്ലെങ്കിൽ അവിശ്വാസികൾ ഭരിക്കുന്ന ക്ഷേത്രത്തിൽ കിട്ടുന്ന പൈസ എങ്ങോട്ട് പോകുന്നു? ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോകുന്നു? ശ്രീ ജയരാജ് പറയൂ. അത് ഭക്തർക്ക് വേണ്ടിയാണ്, ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ചിലവാക്കുന്നത്, അല്ലെ ഭക്ത സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നതെന്ന് പറയൂ. എവിടെ പോകുന്നു ഈ പൈസ? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ കാണിക്കയിടുന്ന മാത്രമല്ലല്ലോ വരുമാനം. അവിടെ അപ്പവും അരവണയും പാവപ്പെട്ട ഭക്തർക്ക് ദൂരെ നിന്ന് വരുന്നത്, കേരളത്തിൽ നിന്ന് പലരും വാങ്ങിക്കാറില്ല, തമിഴ്നാട്ടിൽ നിന്നും പുറത്തുനിന്ന് വരുന്ന ഭക്തരെ അവിടുത്തെ പ്രസാദമാണെന്ന് കരുതി പാവങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, ചുമന്നുകൊണ്ട് പോകുന്നത്. ഇത് പ്രസാദമാണെന്ന് പറയാൻ പറ്റുമോ? ദേവസ്വം ബോർഡിന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടോ? ശബരിമലയിൽ കൊടുക്കുന്ന അരവണയും അപ്പവും അവിടുത്തെ പ്രസാദമാണെന്ന്. ശബരിമല അയ്യപ്പൻ കാണാത്ത, 18-ാം പടിക്ക് മുകളിൽ പോലും കയറ്റാത്ത ഒരു ഫാക്ടറി വസ്തുവാണ് ഈ പറഞ്ഞ അരവണയും അപ്പവും. ഇത് കൊടുത്തല്ലേ അയ്യപ്പ ഭക്തരെ പറ്റിക്കുന്നത്? അപ്പോൾ അതിന് പ്രതികരിക്കണ്ടേ? പിന്നെ പൈസ ഇടരുത് ഇപ്പോഴും പറയുന്നു. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഒരു പൈസ പോലും ഇടരുത്, ഒരു വഴിപാട് പോലും അവിടെ കഴിക്കരുത്. അവിടെ പോയി ദർശനം നടത്തുക, ഭഗവാൻ അനുഗ്രഹം അങ്ങനെ കിട്ടും, അല്ലാതെ പൈസ അല്ല, പൈസയ്ക്ക് വേണ്ടിയല്ല ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് പൈസയ്ക്ക് വേണ്ടിയിരിക്കുന്ന ആരാ? ഇവിടുത്തെ ഭരണകർത്താക്കളാണ്. എങ്ങനെയെങ്കിലും അയ്യപ്പന്റെ പേരും പറഞ്ഞ് പൈസ അടിച്ചു മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യമല്ലാതെ ഈ CPM-നോ മറ്റേതെങ്കിലും ആൾക്കാർക്കോ ശബരിമലയെ കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കണം, അല്ലെ ഭക്തർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം, അല്ലെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഭഗവാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം. ഒരാൾക്കെങ്കിലും ഒരു താല്പര്യമുണ്ടോ? അവിടെ വരുന്ന ആൾക്കാരെ പണം എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ളത് കവിഞ്ഞിട്ട് അവിടെ വരുന്ന ഭക്തരെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതല്ലാതെ അവർക്ക് സൗകര്യം. ഞാൻ ചോദിക്കട്ടെ, അവിടെ മുകളിലൊരു ശബരി ഗസ്റ്റ് ഹൗസ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ പോലും 24 hours ആണ് ചെക്കൗട്ട്. അവിടെ എത്രയാണ്? 6 മണിക്കൂറത്തേക്കാണ് പൈസ വാങ്ങുന്നത്. 2000 2500 രൂപ. മോൾ ഒരു സൗകര്യവുമില്ല, ചൂടുവെള്ളമില്ല. നല്ല തണുപ്പത്ത് പ്രായമുള്ള ആൾക്കാർ വന്നാൽ ചൂടുവെള്ളമില്ല, 3 or 4 നില കയറണം, ലിഫ്റ്റില്ല, ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് നല്ല ബെഡ്ഷീറ്റ് ഇല്ല, നല്ല ഒരു ബാത്റൂം പോലും ഇല്ല. അവിടെ 2000-2500 രൂപ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അങ്ങ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഹൈന്ദവ സംഘടനകൾ അവിടെ അന്നദാനം എത്രയോ കാലമായിട്ട് നടത്തിയിരുന്നു, ഭക്തർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അത് ഹൈക്കോടതിയിൽ ഇടപെട്ട് ദേവസ്വം ബോർഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അത് റദ്ദാക്കി. ദേവസ്വം ബോർഡ് എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശബരിമലയിൽ ചെന്നപ്പോൾ ഒരു ഭക്തൻ എന്നെ കൊണ്ട് കാണിച്ചു അവിടുത്തെ ഉപ്പുമാവ്, പുഴുവരിക്കുന്ന ഉപ്പുമാവ്. ഇതാണ് ഭക്തർക്ക് അവിടെ ദേവസ്വം ബോർഡ് കൊടുക്കുന്നത്. എന്നിട്ട് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എന്താ? അവിടെ ലേലം കൊടുക്കുക, കോടിക്കണക്കിന് രൂപ ഹോട്ടലുകൾക്ക് ലേലം കൊടുത്ത് പൈസ വാങ്ങിക്കുക. ഇത് തെറ്റല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വരുമാനമുള്ള, ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്തുകൂടാ? ദേവസ്വം ബോർഡ് കൊടുക്കാൻ പറ്റില്ലേ? പറയൂ. ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ തയ്യാറാവും, അവർ മുന്നോട്ട് വരും. അതുപോലെ തന്നെ KSRTC വെച്ചിട്ട് ദേവസ്വം ബോർഡ് ഭക്തരെ കൊള്ളയടിക്കുകയല്ലേ? ഈ നിലയ്ക്കൽ നിന്നും പമ്പ വരെ പൈസ പിടുങ്ങുകയല്ലേ? അവരെ ഇട്ട് ഓടിക്കുകയല്ലേ? പമ്പയിൽ നമ്മൾ ചെന്ന് നോക്കൂ, ആ മണ്ഡലകാല സമയത്ത് ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഈ ഇതുപോലെ നിലയ്ക്കലും അപ്പോൾ ആൾക്കാരെ കഷ്ടപ്പെടുത്തി ബസ്സിൽ കയറിയാലോ? കൊള്ള പൈസയല്ലേ വാങ്ങിക്കുന്നത്? അത് കണ്ട് കഷ്ടം തോന്നിയിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞത് നിലയ്ക്കൽ മുതൽ പമ്പ മുതൽ നിലയ്ക്കൽ വരെയും സൗജന്യമായിട്ട് അയ്യപ്പന്മാരെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതിനെ എതിർത്തു.
ഹൈക്കോടതിയിൽ എതിർത്തു. ഇപ്പം കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്. സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. സുപ്രീം കോടതി പറയുകയാണ് നാളെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തും മറ്റെല്ലാ ഹൈന്ദവ സംഘടനകളും കൂടി ചേർന്ന് സൗജന്യമായിട്ട് അയ്യപ്പന്മാരെ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിലയ്ക്കലേക്കും എത്തിക്കും. ഞാൻ നിങ്ങളുടെ തിരുപ്പതിയിൽ എന്താണ്? തിരുപ്പതി നിങ്ങൾ തിരുപ്പതി ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നോക്കൂ. അരമണിക്കൂർ ഇടപെട്ട് തിരുമലയിലേക്ക് ആ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഫ്രീ സർവീസുണ്ട്, സൗജന്യ യാത്ര തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുമല വരയ്ക്കും. എന്തുകൊണ്ട് അതിവിടെ ദേവസ്വം ബോർഡിന് ചെയ്തുകൂടാ? ദേവസ്വം ബോർഡിന് സൗജന്യമായിട്ട് എന്തുകൊണ്ട് അയ്യപ്പ ഭക്തരെ നിലയ്ക്കൽ നിന്ന് ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.